നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ മണൽവെട്ടം അരത്തകണ്ടപ്പൻ ഏലായിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. 100 മേനി വിളവായിരുന്നു നെൽകൃഷിക്ക്. കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ മണൽവെട്ടം അരത്തകണ്ടപ്പൻ ക്ഷേത്രം ഏലായിൽ നടത്തിയ നെൽകൃഷിക്ക് 100 മേനി വിളവ്. വിളവെടുപ്പുത്സവം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാൻ കർഷക ഉത്പാദക കമ്പനികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. നബാർഡിന്റെ സഹായത്തോടുകൂടി ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നിറകുതിർ തരിശ് രഹിത നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് അരത്തകണ്ടപ്പൻ ക്ഷേത്രം ഏലായിലെ 3 ഏക്കർ നിലത്തിൽ നെൽകൃഷി നടത്തിയത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിച്ചാൽ കേരളത്തിന്റെ കാർഷികോൽപാദനവും തൊഴിലവസരവും വർദ്ധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വരും വർഷങ്ങളിൽ 10 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് കമ്പനി ചെയർമാൻ JC അനിൽ പറഞ്ഞു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C അമൃത, കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K കൃഷ്ണപിള്ള, കൊട്ടാരക്കര സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, കേരള റൂറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ഗിരിജമ്മ, ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ശിവദാസൻ പിള്ള, മുൻ കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മധു, ക്ഷേത്രം സെക്രട്ടറി SR ബിനോജ്, D സനൽകുമാർ, V മുരളീധരൻ പിള്ള, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ S ജയപ്രകാശ്, S വിജയകുമാരൻ നായർ, K ഓമനക്കുട്ടൻ, മനോജ്, കുഞ്ഞപ്പൻ, റജീന, സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കമ്പനി ചെയർമാൻ JC അനിൽ സ്വാഗതവും കമ്പനി ഡയറക്ടർ ബോർഡ് അംഗം CP സജിൻ നന്ദിയും പറഞ്ഞു. നമുക്കൊരു 10 ഏക്കറിൽ കൃഷി ചെയ്യാൻ തക്ക രീതിയിൽ നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉയർന്നു വരണം. കുറച്ച് പച്ചക്കറികൾ കൂടി നമുക്ക് നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റം നമുക്ക് കേരളത്തിൽ ഓണക്കാലത്ത് നമുക്ക് വിപണിയിൽ ആ പച്ചക്കറികൾ എത്തിക്കുവാൻ, ഏത്തക്കുലകൾ എത്തിക്കുവാൻ, പഴക്കുലകൾ എത്തിക്കുവാൻ, അതിനൊക്കെ നല്ല വില കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ഫാർമേഴ്സിനെ കൊണ്ടുവന്നാൽ ഒരുപാട് മാറ്റം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഏതായാലും ഇത് വിട്ടുകൊടുത്ത നമ്മുടെ ഈ അമ്പല കമ്മിറ്റിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കാളികളാകുവാൻ ശ്രമിച്ച മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർഷക തൊഴിലാളികൾ പണിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കും ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തക്ക നിലയിൽ അവരെയും സഹായിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉയർന്നു വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിറകതിർ എന്ന രീതിയിൽ ഇവിടെ ഇന്ന് കൊണ്ടുവന്ന തരിശ് രഹിത നെൽകൃഷി ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രക്രിയ ചെയ്യുന്നത് തുടങ്ങിയൊരു അരത്തകണ്ടപ്പൻ ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി നേരത്തെ തന്നെ ഇവിടെ കൃഷി പല പാടശേഖര സമിതികളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വർഷം മുതൽ കമ്പനിക്ക് അത് നൽകാം എന്ന് പറയുകയും അതിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി കർഷകരിൽ നിന്നും കൂടി നമ്മുടെ സോമേണ്ണന് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലങ്ങൾ കൂടിയെടുത്തു. വരുന്ന വർഷം കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഏലായിൽ എടുക്കേണ്ടി വരും. വയലയിലും നമ്മുടെ മാനേര് വിജയണ്ണന്റെ മേഖലയിലും ഒക്കെ ഉള്ള ഏലായിലും കർഷകർ മുൻകൈയെടുത്ത് വന്നിട്ടുണ്ട്. വരുന്ന വർഷം ഇത് കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളുമുണ്ട്, ഒരുപാട് സാധ്യതകളുമുണ്ട്. നമ്മുടെ നെൽപ്പാടങ്ങളെ കതിരണിയിക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രക്രിയ ഇന്നത്തെ വർത്തമാനകാലത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ നമ്മുടെ കർഷക തൊഴിലാളികൾ ഇവിടെ അവർ ഇരിപ്പുണ്ട്. ഇന്നിപ്പോൾ കൊയ്ത്തിന് വേണ്ടിയിട്ട് യന്ത്രം വരുന്നുണ്ട്. അതൊരു ഉച്ചയോടുകൂടി ഇവിടെ എത്തും. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ആ കൊയ്ത്തിൻ്റെയും അത് നെല്ലാക്കി മാറ്റുന്നതും കച്ചിലാക്കി വേർതിരിക്കുന്നതിൻ്റെയും പ്രക്രിയയെല്ലാം ആ മിഷൻ സാങ്കേതിക വിദ്യ അനുസരിച്ച് നിർവഹിക്കും. കുട്ടികൾക്ക് അറിയുന്നില്ല, അവർക്ക് പഠിക്കുവാനും നെല്ല് കൃഷി അല്ലെങ്കിൽ ഏലായിൽ എങ്ങനെയാണ് നെല്ല് വിളയുന്നതെന്നൊക്കെ കാണാം. എന്ത് ഭംഗിയും എന്ത് മനോഹരവുമാണിത്. ഇപ്പൊ കാർഷിക മേഖലയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഈ സംഘം വളരെ മാതൃകാപരമായിട്ടാണ്. പച്ചക്കറി ഉൽപാദന രംഗത്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ക്ഷീരമേഖലയിലായാലും നെല്ലെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ നഷ്ടമാണ്. ജോലിക്കാരെ കിട്ടാനില്ല. ഇപ്പം തന്നെ സാറിരുന്ന് വിഷമിക്കുന്നു. നെല്ല് വിളഞ്ഞു കിടക്കോ, കൊയ്യാനേ പണ്ടത്തെ പോലെ നമുക്ക് കൊയ്ത്തുകാരെ കിട്ടാനില്ല. ഇപ്പം മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള നിലം തരിശാക്കാതെ അത് നെൽകൃഷി നന്നായി നടത്തിക്കൊണ്ട് അത് വളരെ മാതൃകയായി കൊണ്ടുപോകുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്.